ആധുനിക രീതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ സർജിക്കൽ ബ്ലോക്ക് ഉൾപ്പെടെ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ 283 കോടി രൂപയുടെ വികസന പദ്ധതികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിങ്കളാഴ്ച നാടിന് സമർപ്പിക്കുമെന്ന് സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉച്ചകഴിഞ്ഞ് 3-ന് മെഡിക്കൽ കോളേജ് അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ ആരോഗ്യ, വനിതാ, ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിക്കും. സർജിക്കൽ ബ്ലോക്കിനൊപ്പം മറ്റ് 14 വികസന പദ്ധതികൾ കൂടി ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യും. 7.88 കോടി രൂപ ചെലവിട്ട് സ്ഥാപിച്ച കാത്ത് ലാബ്, 6 കോടി രൂപ ചെലവിടുന്ന പാരാമെഡിക്കൽ ഹോസ്റ്റലിന്റെ പൂർത്തിയാക്കിയ 1-ാം ഘട്ടം, 4.28 കോടി ചെലവിട്ട് ക്യാൻസർ ബ്ലോക്കിൽ സ്ഥാപിച്ച 32 സ്ലൈസ് CT സ്കാനിംഗ് സംവിധാനം, 1.25 കോടി ചെലവിട്ട് നവീകരിച്ച പ്രധാന കവാടം, 1.20 കോടി രൂപ ചെലവഴിച്ച് ഗൈനക്കോളജി വിഭാഗത്തിൽ ഒരുക്കിയ മാതൃ നവജാത ശിശുപരിചരണ യൂണിറ്റ് എന്നിവയാണ് മറ്റ് പ്രധാന പദ്ധതികൾ. ABC ബ്ലോക്കിൽ 74 ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിക്കുന്ന പുതിയ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ശിലാസ്ഥാപനവും ഇതിനോടനുബന്ധിച്ച് നടക്കും. സ്കിൻ ബാങ്ക്, ക്രഷ്, ലാക്ടേഷൻ മാനേജ്മെന്റ് സെന്റർ, CSR ഫണ്ട് ഉപയോഗിച്ച് ലഭ്യമാക്കിയ കാർഡിയാക് റീഹാബിലിറ്റേഷൻ യൂണിറ്റ്, കാർഡിയോളജി ആൻഡ് കാർഡിയോതൊറാസിക് ബ്ലോക്കിലെ ഉപകരണങ്ങൾ, എക്കോ മെഷീൻ, സിയാം മെഷീൻ, വെന്റിലേറ്ററുകൾ എന്നിവയും തിങ്കളാഴ്ചത്തെ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യും. കിഫ്ബി പദ്ധതിയിലൂടെ 257 കോടി രൂപ ചെലവിട്ട് 33,642 ചതുരശ്ര മീറ്ററിലാണ് സർജിക്കൽ ബ്ലോക്ക് സജ്ജമാക്കിയിട്ടുള്ളത്. 526 കിടക്കകൾ, 44 ICU കിടക്കകൾ, 14 ഓപ്പറേഷൻ തിയേറ്ററുകൾ എന്നിവ പുതിയ ബ്ലോക്കിലുണ്ട്. 286 സ്ലൈസ് CT സ്കാൻ, 3 ടെസ്ല MRI, ആധുനിക ഡിജിറ്റൽ റേഡിയോഗ്രഫി മെഷീൻ, ഫ്ലൂറോസ്കോപ്പി എന്നീ ഉപകരണങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ചടങ്ങിന് സ്വാഗതം പറയും. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ TK ജയകുമാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും. MP മാരായ അഡ്വക്കേറ്റ് K ഫ്രാൻസിസ് ജോർജ്, ജോസ് K മാണി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ്, ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ, മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ KV വിശ്വനാഥൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജിം അലക്സ്, ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C ജയ്മോൻ, ആർപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് പഞ്ഞിക്കാരൻ, അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OA സജി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മറിയാമ്മ ഫിലിപ്പ്, ഗ്രാമപഞ്ചായത്ത് അംഗം റോസ്ലി ടോമിച്ചൻ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ N പ്രിയ, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് P പുന്നൂസ്, പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അരവിന്ദ് സച്ചിൽ, ദേശീയാരോഗ്യ ദൗത്യം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ വ്യാസ് സുകുമാരൻ, ദന്തൽ കോളേജ് പ്രിൻസിപ്പൽ VP കണ്ണൻ, നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ ലിനി ജോസഫ്, വൈസ് പ്രിൻസിപ്പൽ TR രാധ, കുട്ടികളുടെ ആശുപത്രി സൂപ്രണ്ട് KP ജയപ്രകാശ്, ചീഫ് നഴ്സിംഗ് ഓഫീസർ PK ഉഷ, DCH പ്രസിഡന്റ് CJ ജോസഫ് എന്നിവർ പ്രസംഗിക്കും. കോട്ടയം പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ TK ജയകുമാർ, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് P പുന്നൂസ് എന്നിവരും പങ്കെടുത്തു. 200 കോടി പരം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നപ്പോൾ അതിനനുസരിച്ചുള്ള വലിയ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന കിഫ്ബി പദ്ധതിയാണ് ഇപ്പോൾ സൂചിപ്പിക്കപ്പെട്ട 526 ബെഡും ICU 44 അതുപോലെ ഓപ്പറേഷൻ തിയേറ്റർ 14 പിന്നെ അത്യാധുനിക 256 സ്ലൈസ് CT സ്കാന്, അതുപോലെ 3 ടെസ്ല MRI, ആധുനിക ഡിജിറ്റൽ റേഡിയോഗ്രാഫി മെഷീൻ, ഫ്ലൂറോസ്കോപ്പി, ഇതെല്ലാം ഈ സർജിക്കൽ ബ്ലോക്കിലുണ്ട്. ആ സർജിക്കൽ ബ്ലോക്കിലേക്ക് വരുന്നത് പ്രധാനമായും സർജറിക്കാര്, ഓർത്തോപീഡിക്സുകാര്, ENT-കാര് ഇവരെല്ലാം ചേർന്നാണ് സർജിക്കൽ ബ്ലോക്കിലേക്ക് പ്രധാനമായി വരിക. i4e ന്യൂസ്, ഏറ്റുമാനൂർ.